ഗ്ലോബൽ വില്ലേജിലെ സജീവ സാന്നിധ്യമായ 2 പവലിയനുകളാണ് തായ്ലൻഡും കൊറിയയും. പ്രശസ്തമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിക്കൊണ്ടാണ് കൊറിയ പവലിയൻ എത്തിയിരിക്കുന്നത് എങ്കിൽ തായ്ലൻഡ് ആവട്ടെ എന്നും വ്യത്യസ്തത പുലർത്തുന്ന ഒരു രീതിയിലാണ് ഇക്കുറിയും എത്തിയിരിക്കുന്നത്. തനത് സംസ്കാരം പ്രദർശിപ്പിച്ച് കൊറിയയും തായ്ലാൻഡും ഇക്കുറിയും ഗ്ലോബൽ വില്ലേജിലെത്തിയിട്ടുണ്ട്. കൊറിയൻ പവലിയന്റെ മുൻഭാഗത്ത് പ്രകൃതിയും വാസ്തുവിദ്യയും തമ്മിൽ സംയോജിപ്പിച്ചുള്ള മനോഹര നിർമ്മിതി കാണാം. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15 തന്നെയാണ് കൊറിയയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 1910 മുതൽ 1945 വരെ ജപ്പാന്റെ അധീനതയിലായിരുന്ന കൊറിയ സ്വതന്ത്രയാവുന്നതും ഓഗസ്റ്റ് 15 ചരിത്രം അങ്ങനെ ഒരുപാട് പറയുവാനുണ്ട് കൊറിയയ്ക്കും. പേരുകേട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വലിയ വിപണന കേന്ദ്രം കൂടിയാവുകയാണ് കൊറിയൻ പവലിയൻ. നിരവധി മുന്തിയ ബ്രാൻഡുകളുടെ വിവിധ ഉത്പന്നങ്ങൾ വലിയ തോതിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. മേക്കപ്പ് സാധനങ്ങളും മേക്കപ്പ് ബ്രഷുകൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിരിക്കുന്നു. കൊറിയൻ കാലിഗ്രാഫിയുമായി പവലിയനിൽ ഒരു ചെറു സ്റ്റോളുമുണ്ട്. കാലിഗ്രാഫി പരമ്പരാഗതമായി ചെയ്യുന്നവരാണെന്നും ആവശ്യമനുസരിച്ച് അവ ഭംഗിയായി കൊറിയൻ കാലിഗ്രാഫിയിൽ രചിച്ച് നൽകുകയും ചെയ്യുന്നുവെന്നും അവർ പറയുന്നു. സാധാരണയായി പേരുകൾ എഴുതുവാനാണ് ആളുകൾ എത്തുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. വാട്ടർ കളറാണ് ഇവർ ഇതിനായി ഉപയോഗിക്കുന്നത്. എല്ലാ പവലിയനിലും കാണുന്നത് പോലെ വസ്ത്രങ്ങളും ധാരാളമായി ഈ പവലിയനിലും എത്തിച്ചിട്ടുണ്ട്. വേദനസംഹാരികളായ നിരവധി കൊറിയൻ എണ്ണകളും ഇവിടെ കാണാം. കാലുവേദനയും മസിൽ വേദനയും എല്ലാം മാറ്റുവാനാണ് ഇത് എന്നും ഇവർ പറയുന്നു. സൗന്ദര്യവർദ്ധനവിനെന്ന് അവകാശപ്പെടുന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പല സ്റ്റോളുകളും പ്രദർശിപ്പിക്കാനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിരിക്കുന്നത്. കറ്റാർ വാഴ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ക്രീമുകളും മറ്റും ഇവിടുത്തെ മുഖ്യ ആകർഷണമാണ്. പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ക്രീമുകളും എണ്ണകളും മറ്റു ചർമ്മലേപനങ്ങളുമെല്ലാം ഇവിടെ സുലഭവുമാണ്. കറ്റാർ വാഴ, തേൻ, കാപ്പിപ്പൊടി, മഞ്ഞൾ തുടങ്ങിയ വസ്തുക്കളാണ് ഇവയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. മുഖത്തും മുടിക്കും കാലുകൾക്കും അങ്ങനെ ദേഹമാസകലം ഉപയോഗിക്കുവാൻ കഴിയുന്ന ലേപനങ്ങളുമെല്ലാമായി നിരവധി കടകളാണ് കൊറിയയുടെ ഈ പവലിയനിൽ ഉള്ളത്. എല്ലാ സഞ്ചാരികളും ഒരു വട്ടമെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട രാജ്യങ്ങളിലെ ഒന്നാണ് തായ്ലൻഡ്. പുരാതന ക്ഷേത്രങ്ങൾ, അതിശയകരമായ ഭക്ഷണ വിഭവങ്ങൾ, സജീവമായ രാത്രിജീവിതം അങ്ങനെ തായ്ലൻഡിന് സ്വന്തമായവ ഏറെയാണ്. ഇവയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തായ്ലൻഡ് പവലിയനും ഇക്കുറി ഗ്ലോബൽ വില്ലേജിലെത്തിയിരിക്കുന്നത്. തായ്ലൻഡിലെ മാങ്ങ ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങൾ ചേർത്തുണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കളാണ് പവലിയനിലേക്ക് കടക്കുമ്പോൾ തന്നെ സന്ദർശകരെ സ്വീകരിക്കുക. കൗതുകം ജനിപ്പിക്കുന്ന പല വസ്തുക്കളും തായ്ലൻഡ് പവലിയനിലുണ്ട്. ഈ പൂക്കളുടെ സമൃദ്ധി കണ്ടാൽ പൂക്കടയാണെന്ന് മാത്രമേ ഒറ്റ നോട്ടത്തിൽ തോന്നുകയുള്ളൂ. എന്നാൽ ഇതെല്ലാം മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ ക്ലിപ്പുകളാണ്. വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ അങ്ങനെ ഇവിടെ ക്ലിപ്പുകളായി വിരിഞ്ഞിരിക്കുന്നു. ധാരാളം വസ്ത്രങ്ങളും ബാഗുകളും ചെരുപ്പുകളുമെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു കാഴ്ച ശരീരം മസാജ് ചെയ്യാനായി തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറു റോളറുകളാണ്.
തടികൊണ്ട് നിർമ്മിച്ച ചെരുപ്പുകളും ഇവിടെയുണ്ട്. ഇവിടെ ആഭരണങ്ങൾ വാങ്ങാനും സന്ദർശക തിരക്കാണ്. കേശാലങ്കാര വസ്തുക്കൾ മുതൽ കമ്മലും മാലയും ബാഗുകളും വസ്ത്രങ്ങളും ഒക്കെ വിൽക്കുന്ന നിരവധി സ്റ്റാളുകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി പ്രശസ്തമായ തായ് വിഭവങ്ങളിലേക്കാണ്. വിവിധ പഴവർഗ്ഗങ്ങളുടെ വ്യത്യസ്ത വിഭവങ്ങൾ, പഴച്ചാറുകൾ മുതൽ ഐസ്ക്രീമുകൾ വരെ, അങ്ങനെ നിരവധി വിഭവങ്ങൾ. തായ് മാങ്ങകൾ പ്രശസ്തമാണല്ലോ. ഈ കടകളിൽ അധികവും വിൽക്കുന്നത് മാംഗോ ഐസ്ക്രീമുകളാണ്. മാങ്ങയുടെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് ചെറു ചെറു കപ്പുകളിലേക്കാണ് ഇവ പകരുന്നത്. ഇവ ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ടാൽ തന്നെ കൊതിയൂറും. ഐസ്ക്രീമുകൾക്ക് മുകളിൽ പഴവർഗ്ഗങ്ങൾ വെച്ച് അലങ്കരിച്ചാണ് ഇവ നൽകുന്നത്. അങ്ങനെ വൈവിധ്യങ്ങൾ നിറച്ച് തായ്ലൻഡ് പവലിയനും ഇക്കുറി സജീവമാണ്. പരമ്പരാഗത തായ് സ്ട്രീറ്റ് ഫുഡ് മുതൽ വർണ്ണാഭമായ വസ്ത്രങ്ങൾ, പരമ്പരാഗത സംഗീതവും നൃത്തവും, അങ്ങനെ എല്ലാം ആസ്വദിക്കാൻ ഗ്ലോബൽ വില്ലേജിലെ ഈ പവലിയനിൽ എത്തിയാൽ മതിയാകും.